തൃശ്ശൂരിലെ ഇടതുപക്ഷ മുന്നണി സ്ഥാനാർത്ഥി വി.എസ്. സുനിൽകുമാർ ഫുൾ എനർജിയിലാണ്. ഏത് സമയത്തും എവിടെയും കാണാം. ഈ പറമ്പിൽ നിൽക്കുമ്പോൾ ഈ സ്വന്തം വീട്ടുപറമ്പും മുറ്റമൊക്കെ ഓർമ്മ വന്നു. നമുക്ക് കുറച്ച് സ്ഥലം ഉണ്ടായിരുന്നു അന്ന് വീട്ടിൽ പാടൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവിടെയൊക്കെ പണി ചെയ്യിക്കുമ്പോൾ നമ്മൾ തന്നെയാണ് അതൊക്കെ ചെയ്യുക. തെങ്ങ് നനയ്ക്കുക, അതായത് അന്ന് പാട്ട ഇങ്ങനെ കാവിൽ ചോന്നിട്ട് നനയ്ക്കുന്ന പരിപാടിയുണ്ട്. അപ്പോൾ അതിങ്ങനെ ഒരു 1/2 കിലോമീറ്റർ അപ്പുറത്തുള്ള കുളത്തിൽ നിന്ന് അത് ചോന്ന് കൊണ്ടുവന്നിട്ട് ഒഴിക്കണം. അപ്പോൾ അച്ഛനൊക്കെ വന്നു കഴിഞ്ഞാൽ തെങ്ങിൻ്റെ കട നോക്കും നനവായിട്ട് ഒഴിച്ചിട്ടുണ്ടോ. അപ്പോൾ അതൊക്കെ കാരണം ആകെ 11 തെങ്ങുള്ളൂ, പക്ഷെ അതിനൊക്കെ ഞങ്ങൾ നനയ്ക്കുന്നു. അതുപോലെ വീട്ടിൽ ചെറിയ തോതിലുള്ള ഈ പാടത്തൊക്കെ അന്ന് ഈ വേനൽക്കാലമായി കഴിഞ്ഞാൽ നമ്മളന്ന് ഈ പച്ചക്കറി കൃഷി ചെയ്യും. മത്തൻ, കുമ്പളം, പടവലം, പാവൽ ഇങ്ങനെ സാധനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ അമ്മി ഞങ്ങളെല്ലാ വീട്ടുകാരെല്ലാവരും കൂടി ഒരുമിച്ചാണ് കൃഷിയൊക്കെ ചെയ്യുക. നാട്ടിലെല്ലാവരും ആ ഒരു സംസ്കാരം അന്ന് തൊട്ടേ ഞങ്ങളുടെ നാട്ടിലൊക്കെ ഉള്ളതുകൊണ്ട് കൃഷിയോട് വലിയ താല്പര്യമാണ്. അല്ല, കൃഷിമന്ത്രി ആയി കഴിഞ്ഞപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൂടുതൽ റിലേറ്റ് ചെയ്യാൻ പറ്റി. നമുക്കിപ്പോൾ ഒരു സ്ഥലത്തൊരു കൃഷിക്കാരനായിട്ട് സംസാരിക്കുമ്പോൾ അയാളെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ വേറെ ബുദ്ധിമുട്ടില്ല. പിന്നെ എൻ്റെ പ്രദേശം ഒരു കോൾ കൃഷിയുള്ള സ്ഥലമാണ്, കോൾ നിലങ്ങളുള്ള സ്ഥലമാണ്. പിന്നെ പണ്ട് പുഞ്ചപ്പാടങ്ങളും കോൾ നിലങ്ങളൊക്കെ ധാരാളം ഉണ്ടായിരുന്നതാണ്. ഞങ്ങൾക്ക് ചെറിയ കുട്ടിയായിരിക്കുന്ന സമയത്ത് ഈ വിത്ത് വയ്ക്കുക എന്ന പരിപാടി ഉണ്ട്. ഈ സമയത്താണ് വിത്ത് വയ്ക്കുക. വിഷുവിന് തൊട്ട് മുമ്പ്, വിഷു കഴിഞ്ഞാൽ ഇവിടെ തന്നെ വിത്ത് വയ്ക്കും. വിഷുവിന് സമയമാകുമ്പോൾ പുഞ്ചപ്പാടത്ത് അപ്പോൾ അങ്ങനെ കയ്യിൽ വിത്തെടുത്ത് ഇങ്ങനെ വെച്ച് അപ്പോൾ അത് ചിരട്ടയിൽ വിത്താക്കി വിൽക്കുന്നത്. അപ്പോൾ അന്ന് 3 രൂപ നമുക്ക് വിത്ത് വയ്ക്കാൻ പോയാൽ കുട്ടികൾക്ക് തരും. പിന്നെ പശു വീട്ടിലുണ്ടായിരുന്നു. അപ്പോൾ പശുവിനെ രാവിലെ പശുവിനെ കറന്ന പാല് കൊണ്ടു കൊടുക്കുക, പിന്നെ പശുവിനെ തേച്ചഴുകി വൃത്തിയാക്കുക, അതിന് പുല്ലരിഞ്ഞ് കൊണ്ടുവരിക. ഇതൊക്കെ ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സ്കൂൾ വിട്ട് വന്നാൽ നമ്മുടെ സ്കൂൾ വിട്ട് വരുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയാണ് വരിക, എവിടെ പുല്ലുള്ള നോക്കും. അതിന് പുല്ല് അരിഞ്ഞ് പശുവിന് കൊടുക്കണ്ടേ. അപ്പോൾ അന്നൊക്കെ ഒരു വരുമാനമാണല്ലോ നമ്മുടെ വീട്ടിലൊക്കെ ുള്ളൊരു വരുമാന മാർഗ്ഗങ്ങളൊന്ന് പശു വളത്തിലാണ്. അപ്പോൾ ഒരു പശുവൊക്കെ ഇല്ലാത്ത വീട് വളരെ കുറവാണ്. മന്ത്രിയായി കഴിഞ്ഞ് നാട്ടിലൊക്കെ വരുമ്പോൾ പണ്ട് കൂടെ കൃഷിപ്പണിയിലൊക്കെ ഏർപ്പെട്ട ആളുകളെയൊക്കെ കാണാറുണ്ട്. പിന്നെ നമ്മളെല്ലാവരായിട്ടും അവരെ യാദൃച്ഛ്യമായിട്ട് കണ്ടിട്ടുണ്ടോ? കാണാതിരുന്നവരെ നമ്മളിപ്പോൾ ചെറുപ്പത്തിൽ നമ്മളായിട്ട് എല്ലാം ഓടിച്ചാടി കളിച്ചിരുന്ന പല ആളുകളുണ്ടല്ലോ. നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ പല സ്ഥലങ്ങളിൽ പലരും പല മേഖലകളിലേക്ക് പോയ ആൾക്കാരുണ്ട്. പിന്നെ എനിക്ക് ശരിക്കും കൈക്കോട്ട് കൊണ്ട് പണിയാനൊക്കെ പഠിപ്പിച്ചൊരു മോഹനേട്ടൻ എന്ന് പറഞ്ഞ ആളാണ്. പള്ളിയിൽ മോഹനേട്ടൻ ആൾ നന്നായി ഇപ്പോഴും കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അവിടെ ഉണ്ട് ഇപ്പോഴും ആളുണ്ട്. ഇപ്പോൾ ആൾക്ക് വയ്യാണ്ടായി. ഇപ്പോൾ നട്ടെല്ലാം എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് ആളിപ്പോൾ അങ്ങനെ ഒന്നും ചെയ്യാറില്ല. അപ്പോൾ അദ്ദേഹം എപ്പോഴും ഈ കൈക്കോട്ടെടുത്ത് ഇങ്ങനെ കളച്ച് നടക്കുക. അപ്പോൾ ആളാണ് പഠിപ്പിച്ച് തരും ഇങ്ങനെ പോലെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ടുള്ളത്. എനിക്ക് അങ്ങനെയാണ്. നിങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഒരു എന്ത് ചെയ്യുമ്പോഴും ഒരു തൃശ്ശൂർ ടച്ച് ഉണ്ട്. ഇപ്പോൾ ഞാൻ ബസ്സിൻ്റെ ബോർഡ് നോക്കുകയാണ്, മിഷൻ വഴി ശക്തൻ, മിഷൻ ഹോസ്പിറ്റൽ വഴി ശക്തൻ തമ്പുരാൻ, പിന്നെ സ്റ്റാൻഡിലേക്ക് പോകുന്ന വണ്ടിയായിരിക്കും. അതെ, മിഷൻ വഴി ശക്തൻ. ആൾക്കാർക്ക് മനസ്സിലാവല്ലോ. അങ്ങനെ ചില പൊടിക്കൈകളൊക്കെ. അതെ, സ്ട്രെയിറ്റ് ആയിട്ട് പറയുന്നതാണ്. അതായത് വെട്ടൊന്നും മുറിയുണ്ട്. അതാണ് തൃശ്ശൂർക്കാരുടെ ലൈൻ. നിങ്ങൾ രാഷ്ട്രീയത്തിൽ അങ്ങനെയാണ്? രാഷ്ട്രീയത്തിൽ അങ്ങനെ തന്നെ. രാഷ്ട്രീയത്തിൽ നമ്മൾ വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. എന്താണ് സ്ട്രെയിറ്റ് ആയിട്ട് ഇപ്പോൾ ആളുകളോട് പറയുന്നത്? അതിൽ പറയാം നമ്മുടെ നാടിൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ ഇടതുപക്ഷത്തെ വിജയിപ്പിക്കണം എന്നുള്ളതാണ്. അത് ജനങ്ങൾക്ക് മനസ്സിലാവും. കാരണം നമ്മുടെ ഭാഗത്ത് സത്യങ്ങളുണ്ട്. ഇടതുപക്ഷത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാനാർത്ഥി എന്ന നിലയിൽ എനിക്ക് ജനങ്ങളോട് സത്യസന്ധമായിട്ട് സംസാരിക്കുന്നത്. അല്ലാതെ നമ്മളിപ്പോൾ ഒരു സ്ഥാനാർത്ഥി ആയതുകൊണ്ട് നിങ്ങൾ ഇന്നപോലെ ചെയ്യണം എന്നുള്ളതായിരിക്കില്ല. നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം പൊതുപ്രവർത്തനം നടത്തുന്നത് ഏതെങ്കിലും സ്ഥാനമാനങ്ങൾക്കൊന്നും വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനമല്ല. അതിന് വളരെ ഗൗരവതരമായിട്ടുള്ള അല്ലെങ്കിൽ ഒരു സാമൂഹ്യ നന്മയ്ക്ക് വേണ്ടിയുള്ള പ്രവർത്തനമായിട്ടാണ് നമ്മൾ കാണുന്നത്. എനർജിക്ക് ഒരു കുറവും സംഭവിക്കാറില്ല. എപ്പോഴും എനർജൈസ് ചെയ്ത് നിൽക്കുന്ന ഒരാളാണ്. ഈ എനർജിയുടെ കരുത്ത്, ഇതിൻ്റെ സോഴ്സ് എന്താണ്? അത് നമ്മൾ ചെറുപ്പം മുതലുള്ള നമ്മുടെ ശീലമാണ്. വളരെ സ്പീഡിൽ നടക്കുക, വേഗത്തിൽ കാര്യങ്ങൾ ചെയ്യുക, അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ടല്ലോ. നമ്മളിപ്പോൾ നമുക്കെപ്പോഴും ഒരു സ്ലോ ഡൗൺ ചെയ്തിട്ടുള്ള പരിപാടി ഇല്ല. വർത്തമാനവും പ്രവൃത്തിയും പിന്നെ നമ്മുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ എപ്പോഴും യോജിപ്പുണ്ടാവും. പുലികളിയുടെ ഒരു ശരീരഭാഷയുണ്ടല്ലോ, പുലി കളിക്കാൻ വരുന്നവരുടെ ഒരു ശരീരഭാഷ വളരെ ഷാർപ്പാണ്, എനർജൈസ് ചെയ്യുന്നതാണ്. പുലികളിയിൽ കൂടിയിട്ടുണ്ടോ? ഈ പുലിക്കളി ഞാൻ കളിച്ചിട്ടില്ല, പക്ഷേ പുലിക്കളിയുടെ എല്ലാ പരിപാടികളും അതിന് താളെനിക്കറിയാം. പിന്നെ പുലിക്കളിയുടെ ഒപ്പം നമ്മൾ എല്ലാ കൊല്ലം പുലിക്കളിക്ക് വരുന്നതാണല്ലോ. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് തന്നെ ഈ പുലിക്കളികളും പുലിമടകളും സന്ദർശിക്കലൊക്കെ അന്നത്തെ കാലത്തൊരു ഹരമായിരുന്നു.
സമയം അപഹരിക്കുന്നു എന്ന പരാതിയുമായിട്ടാണ് മന്ത്രി കെ രാജൻ എത്തിയത്. രാജനാണ് ഇവിടെ ചുമതലക്കാരൻ, തെരഞ്ഞെടുപ്പിന്റെ ചുമതലക്കാരനാണ്. ഞാൻ ഇനി എടുക്കുക, അങ്ങനെ എടുത്തുകൊണ്ടിരിക്കുക എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പ്രയോഗ വൈവിധ്യങ്ങൾ കേരളത്തിൽ കാണാം, പ്രത്യേകിച്ച് തൃശ്ശൂരിലും കാണാം. എന്നാൽ സുനിൽകുമാർ പ്രത്യേകിച്ച് എടുക്കേണ്ട കാര്യമല്ല. തൃശ്ശൂർ സുനിൽകുമാറിൻ്റെ കയ്യിൽ തന്നെയാണ്.